1967 മലബാറിൽ നിന്നും യാത്ര തിരിച്ച കൽക്കരി വണ്ടി കുതിച്ചും കിതച്ചും മദ്രാസ് നഗരത്തിലെത്തി. കേരള സർവകലാശാലയിൽ നിന്നും ബിരുദം നേടിയ ഒരു തൊഴിലന്വേഷി ആ തീവണ്ടിയിലുണ്ടായിരുന്നു, ശ്രീ ഗോകുലം ഗോപാലൻ. മലബാറിലെ ജീവിത സാഹചര്യങ്ങളോട് പോരാടിയ ആ മഹാരഥൻ എല്ലാവരെയും പോലെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലിയിൽ ചേർന്നു. മദ്രാസിയിലെ ജീവിതത്തിനിടയിൽ ഒരു കുഞ്ഞു മനസ്സിൽ തൊഴിലിനപ്പുറമുള്ള ബിസിനസിൻ്റെ അനന്ത സാധ്യതകൾ തെളിഞ്ഞു വന്നു. ആ ചിന്തകളാണ് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് എന്ന ഒരു മഹാപ്രസ്ഥാനമായി ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയിൽ വൻ കുതിപ്പ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. മാനവീയത തൊട്ടറിഞ്ഞ തികഞ്ഞ മനുഷ്യസ്നേഹി, ഒന്നാം തരം ബിസിനസ്സുകാരൻ, സംഘാടകൻ, സാമൂഹ്യ പരിഷ്കർത്താവ്, വ്യവസായി, വിദ്യാഭ്യാസ വിചക്ഷണൻ. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകൾ കുറവ്. തൊട്ടതെല്ലാം പൊന്നാക്കിക്കൊണ്ടുള്ള ജൈത്രയാത്രയിലും ആരവങ്ങളില്ലാതെ കൈനീട്ടുന്നവർക്ക് കാരുണ്യം പകരുന്ന മഹാനുഭാവൻ. 1968 മൈലാപ്പൂരിൽ ഒരൊറ്റ ശാഖയോടെ തുടങ്ങിയ ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി ഇന്ന് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലായി 419 ശാഖകളുള്ള ഒരു മഹാസംരംഭമായി മാറിയിരിക്കുന്നു. 49 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കമ്പനിയിൽ 10,000-ലധികം ജീവനക്കാരും 1.5 കോടിയിലധികം സംതൃപ്ത ഇടപാടുകാരുമുണ്ട്. വരിക്കാരുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നതിനു വേണ്ടി ദേശസാൽകൃത ബാങ്കുകളിൽ 1,500 കോടി രൂപ സ്ഥിര നിക്ഷേപം നടത്തിയ ഇന്ത്യയിലെ ഏക സ്ഥാപനം ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ്. ചിറ്റ് ഫണ്ട് പ്രസ്ഥാനത്തിൻ്റെ സാമ്പത്തിക ശാസ്ത്രം തൊട്ടറിഞ്ഞ ഒന്നാം തരം അഡ്മിനിസ്ട്രേറ്റർ. ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ചിറ്റ് ഫണ്ട് പ്രസ്ഥാനത്തിൻ്റെ അനന്ത സാധ്യതകളെക്കുറിച്ച് പഠനം നടത്തിയ വ്യക്തി. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ വാർഷിക ടേൺ ഓവർ 10,000 കോടിയിലെത്തിച്ച സാരഥി, പ്രതിസന്ധികളിൽ പതറാത്ത പടനായകൻ ശ്രീ ഗോകുലം ഗോപാലൻ. ടൂറിസം മേഖലയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ട് 90കളുടെ അവസാനത്തോടെ ഹോട്ടൽ വ്യവസായത്തിൽ ശ്രീ ഗോകുലം നിക്ഷേപം നടത്തി തുടങ്ങി. മദ്രാസിയിൽ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് ഗോകുലം പാർക്ക് എന്ന നക്ഷത്ര പദവിയിലുള്ള ഹോട്ടൽ ആരംഭിച്ചു. പിന്നീട് അങ്ങോട്ട് ഈ മേഖലയിൽ ഗോകുലത്തിന് പുനർവിചിന്തനം നടത്തേണ്ടി വന്നിട്ടില്ല. എറണാകുളത്തെ നക്ഷത്ര സൗകര്യങ്ങളുള്ള ഗോകുലം പാർക്കിൻ കൺവെൻഷൻ സെൻറ്റർ, കോയമ്പത്തൂരിൽ ആരംഭിച്ച ഗോകുലം പാർക്ക്, ഗുരുവായൂരിൽ സ്ഥാപിതമായ ഗോകുലം വനമാല, ഗോകുലം ശബരി, ഗോകുലം അഞ്ജനം, തൃശ്ശൂരിലുള്ള ഗോകുലം റെസിഡൻസി, ചെന്നൈയിൽ സ്ഥാപിതമായ ഗോകുലം ശബരി OMR, തലശ്ശേരിയിലുള്ള ഗോകുലം ഫോർട്ട്, ഗൂഡല്ലൂരിൽ സ്ഥാപിതമായ ശ്രീ ഗോകുലം ഹൈറേഞ്ചിൻ, കാസർഗോട്ടുള്ള ശ്രീ ഗോകുലം നളന്ദ റിസോർട്ട്, ഇവയെല്ലാം ഗോകുലത്തിൻ്റെ മുൻനിര ഹോട്ടലുകളാണ്. ഇന്ത്യക്ക് പുറത്ത് ദോഹയിൽ നക്ഷത്ര സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊണ്ട് ഗോകുലം പാർക്ക് എന്ന ഹോട്ടൽ സ്ഥാപിച്ചുകൊണ്ട് ഗോകുലം അതിൻ്റെ വൈദേശിക വ്യാപാര ശൃംഖലയ്ക്ക് നാന്ദി കുറിച്ചു. നവോത്ഥാന കാലഘട്ടം പിന്നിട്ട കേരളം സാമ്പത്തിക സാമുദായിക സന്തുലിതാവസ്ഥ ഏറെക്കുറെ കൈവരിച്ചു. ഭാവി തലമുറയെ വിദ്യ കൊണ്ട് അഭ്യസ്തരാക്കുന്നതിനു വേണ്ടി ശ്രീ ഗോകുലം വിദ്യാഭ്യാസ മേഖലകളിൽ കാര്യമായ ഇടപെടലുകൾ നടത്തി. ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ഗോകുലം നഴ്സിംഗ് കോളേജ് തിരുവനന്തപുരം, ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കോഴിക്കോട്, ഗോകുലം പബ്ലിക് സ്കൂൾ വടകര, ആറ്റിങ്ങൽ, ഗുരുവായൂർ, തൃപ്രയാർ, കോഴിക്കോട്, ഗോകുലം കിൻഡർ ഗാർഡൻ വടകര, ഏവിയേഷൻ അക്കാദമി കൊച്ചി എന്നിവ ഗോകുലത്തിൻ്റെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ചലച്ചിത്ര നിർമ്മാണ രംഗം ഏറെ പ്രതിസന്ധികൾ നേരിട്ടിരുന്ന ഒരു കാലഘട്ടത്തിൽ കലാമൂല്യമുള്ള രാഷ്ട്രബോധം വളർത്തുന്ന മികച്ച ചിത്രങ്ങളുടെ നിർമ്മാണത്തിലൂടെ ശ്രീ ഗോകുലം സിനിമാ വ്യവസായത്തിലും അതിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ചു കഴിഞ്ഞു. ശ്രീ ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ വളർച്ചയിൽ പാലക്കാട് റീജിയൻ്റെ നിസ്തുലമായ സംഭാവനകളെക്കുറിച്ച് വിസ്മരിക്കാനാവില്ല. വികസനം കൊണ്ട് ശ്വാസം മുട്ടുന്ന വൻ നഗരങ്ങളിൽ നിക്ഷേപം നടത്തി അമിത ലാഭമുണ്ടാക്കുന്നതിനേക്കാൾ രാഷ്ട്രനിർമ്മാണത്തിന് ഏറ്റവും ശ്രേഷ്ഠം വികസനം ആവശ്യമുള്ള ചെറിയ നഗരങ്ങളിൽ നിക്ഷേപം നടത്തുകയാണ് എന്ന തിരിച്ചറിവാണ് പാലക്കാട് ജില്ലയിലേക്ക് ഗോകുലം ചിറ്റ് ആൻഡ് ഫിനാൻസ് കമ്പനിയുടെ കാൽവെപ്പിന് കാരണമായത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പടപൊരുതിയ ടിപ്പുവിൻ്റെ നിലയ്ക്കാത്ത കുതിര കുളമ്പടിയൊച്ചകൾ പ്രതിധ്വനിക്കുന്ന പാലക്കാട്ടിൽ 21ാമത്തെ ശാഖയായി 1990 ജനുവരി മാസം 26-ാം തീയതി ഗോകുലം അതിൻ്റെ ശാഖ ആരംഭിച്ചു. കാർഷിക മേഖലയായ പാലക്കാട് ജില്ലാ സ്ഥിരാകേന്ദ്രത്തിൽ തുടങ്ങിയ ശാഖ
ഇന്ന് 14 ശാഖകളായി പാലക്കാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. കേരളത്തിൻ്റെ വ്യാവസായിക വിപ്ലവത്തിന് നാന്ദി കുറിച്ച പാലക്കാട് 3 ശാഖകളും, കാർഷിക വിപ്ലവത്തിന് നാന്ദി കുറിച്ച വടക്കഞ്ചേരി, ആലത്തൂർ, കുഴൽമന്നം, ചിറ്റൂർ, നെന്മാറ എന്നിവിടങ്ങളിൽ ഓരോ ശാഖകളും, വള്ളുവനാടിൻ്റെ സാംസ്കാരിക കേന്ദ്രങ്ങളായ ഒറ്റപ്പാലം, കുളപ്പുള്ളി, മണ്ണാർക്കാട്, പട്ടാമ്പി, ചെറുപ്ലശ്ശേരി, കല്ലടിക്കോട് എന്നിവിടങ്ങളിൽ ഓരോ ശാഖകളായി ഗോകുലത്തിൻ്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചിരിക്കുന്നു. ശ്രീ ഗോകുലത്തിൻ്റെ വ്യാവസായിക സംരംഭങ്ങളുടെ പട്ടികയെടുത്താൽ ഗോകുലത്തിൻ്റെ വിപ്ലവകരമായ മുന്നേറ്റത്തിൻ്റെ വ്യാപ്തി മനസ്സിലാവും. ഹോളി അക്വ മിനറൽ വാട്ടർ ചെന്നൈ, നന്ദിനി സീഡ്സ് ചെന്നൈ, ശ്രീ ഗോകുലം ഫാർമ തിരുവനന്തപുരം, ശ്രീ ഗോകുലം മൂവീസ് ചെന്നൈ, ഗോകുലം ശ്രീ ചെന്നൈ, ശ്രീ ഗോകുലം ഹൗസിംഗ് കമ്പനി പ്രൈവറ്റ് ലിമിറ്റഡ് കോട്ടയം, ശ്രീ ഗോകുലം എഞ്ചിനീയറിംഗ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് ബാംഗ്ലൂർ, ശ്രീ ഗോകുലം ഹെൽത്ത് കെയർ എറണാകുളം, പോഷ് ലാൻഡ് പ്രോപ്പർട്ടി ഡെവലപ്പേഴ്സ് ചെന്നൈ, ശ്രീ ഗോകുലം പ്ലാന്റേഷൻസ് ചെന്നൈ, ശ്രീ ഗോകുലം എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിൻ, ശ്രീ ഗോകുലം ക്രൂയിസ് ആൻഡ് റിസോർട്ട് പ്രൈവറ്റ് ലിമിറ്റഡ് കൊച്ചിൻ, ശ്രീ ഗോകുലം ആയുർവേദിക് ഹോസ്പിറ്റൽ വടകര, ശ്രീ ഗോകുലം ലോജിസ്റ്റിക് പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ, ശ്രീ ഗോകുലം ഡിറ്റർജൻറ്റ് ആൻഡ് കെമിക്കൽസ് വടകര, ശ്രീ ഗോകുലം ആർട്സ് ആൻഡ് സയൻസ് കോളേജ് കൊല്ലം, ശ്രീ ഗോകുലം ജി ഫ്രഷ് റീറ്റെയിൽ വടകര, മേഴ്സി കോളേജ് ഓഫ് ടീച്ചർ എഡ്യൂക്കേഷൻ വടകര, ശ്രീ ഗോകുലം ഫ്ലൈയിങ് ഏവിയേഷൻ അക്കാദമി കൊച്ചി, ശ്രീ ഗോകുലം മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, ജി ഹോസ്പിറ്റൽ തിരുവനന്തപുരം, ശ്രീ ഗോകുലം സ്റ്റുഡിയോ പ്രൈവറ്റ് ലിമിറ്റഡ് ചെന്നൈ, ശ്രീ ഗോകുലം ജ്വല്ലറി വടകര ആൻഡ് കാഞ്ഞങ്ങാട്, ഗോകുലം റെഡിമിക്സ് UAE, അഷറൽ മദീന ഹൈപ്പർ മാർക്കറ്റ് UAE, ഡവൻകോട്ട് ഗ്രീൻ പ്രൈമറി സ്കൂൾ UAE എന്നിവ ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ ഭാഗമാണ്. ശ്രീ ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ പ്രവർത്തനത്തിൽ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ശ്രീ ബൈജു ഗോപാലൻ, ഡയറക്ടർ ഓപ്പറേഷൻസ് ശ്രീ VC പ്രവീൺ എന്നിവരുടെ സംഭാവനകളും മഹത്തരമാണ്. വളരുക ഗോകുലത്തോടൊപ്പം, മാറുക ഗോകുലത്തോടൊപ്പം, ഉണരുക ഗോകുലത്തോടൊപ്പം. ഭാരതത്തിൻ്റെ വളർച്ചയുടെ കുതിപ്പിൽ ഗോകുലം ഒരു ഭാഗമാണ്. നിങ്ങളും ഭാഗമാവുക. വളരുന്ന ഇന്ത്യ, ഗാന്ധിജിയുടെ സ്വപ്നം യാഥാർത്ഥ്യമാവുന്നു.